സോ 2027 സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഏകദേശം ഒരു ഐഡിയ ആണ് ഈ ഒരു ലെക്ചറിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം ഒരു ഐഡിയ തരാനാണ്. ഈ എക്സാമിന് 3 സ്റ്റേജസ് ഉണ്ടാവുക: പ്രിലിംസും, മെയിൻസും, ഫൈനൽ ഇൻ്റർവ്യൂവും. പ്രിലിംസ് ഒരു ദിവസമായിരിക്കും, GS1 CSAT ഇങ്ങനെ 2 പേപ്പേഴ്സ് ഉണ്ടാവുക. രാവിലെ തൊട്ട് ഉച്ച വരെ ഒന്നും, ഉച്ച തൊട്ട് വൈകുന്നേരം വരെ ഒന്നും. മെയിൻസ് എന്ന് പറയുന്നത് 2 ലാംഗ്വേജ് പേപ്പർ, 4 GS പേപ്പർ, 2 ഓപ്ഷണൽ പേപ്പർ, ഒരു എസ്സേ പേപ്പർ. മൊത്തം 2 ലാംഗ്വേജ് പേപ്പർ, അതേപോലെ തന്നെ ഒരു എസ്സേ പേപ്പർ, 4 GS പേപ്പർ, 2 ഓപ്ഷണൽ പേപ്പർ. ഇത്രയും പേപ്പേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു എക്സാം ആയിരിക്കും. 1 വീക്ക് എന്തായാലും സ്റ്റേ ചെയ്യേണ്ടി വരും. ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഫൈനൽ അവസാനത്തെ പേഴ്സണാലിറ്റി ടെസ്റ്റാണ്, അവസാനത്തെ സ്റ്റേജ്. സോ 2027 എക്സാമിനെ കുറിച്ച് പറയണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ജാനുവരി ഫെബ്രുവരി മന്തിൽ വരും. പ്രിലിംസ് 23 മെയ് 2027 ആണ്. ഇത് ഫിക്സ്ഡ് ആണ് ആസ് പെർ UPSC കലണ്ടർ. മെയിൻസിൻ്റെ എക്സാം 20 ഓഗസ്റ്റും, ഇൻ്റർവ്യൂ ഏകദേശം ഫൈനൽ ജാനുവരി ആകുമ്പോഴത്തേക്ക് 2028 ആകുമ്പോഴത്തേക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്. ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എന്തായാലും ഒരു മാർച്ചിന് ശേഷമേ ഉണ്ടാവും. ദെൻ പ്രിലിംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 പേപ്പർ ഉണ്ട്, അതായത് GS1 CSAT. GS1 കട്ട് ഓഫ് വേരി ചെയ്യും, 75 തൊട്ട് 95 മാർക്ക് വരെ ആയിരിക്കും ഔട്ട് ഓഫ് 200 കട്ട് ഓഫ് ഉണ്ടാവുക. CSAT എല്ലാ വർഷവും 66.6 തന്നെയാണ് 200 കട്ട് ഓഫ് ഉണ്ടാവുക. പിന്നെ GSൻ്റെ സിലബസ് ഹിസ്റ്ററി, ജോഗ്രഫി, പോളിറ്റി, ഇക്കണോമിക്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, എൻവയോൺമെൻറ്റ്, കറണ്ട് അഫയേഴ്സ് ഒക്കെയാണ്. CSAT എന്ന് പറയുന്നത് മാത്സ്, റീസണിങ്, പിന്നെ ഇംഗ്ലീഷാണ്, റീഡിങ് കോംപ്രഹെൻഷൻ. റിസോഴ്സസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ പറയുന്നതിൽ വലിയ കാര്യമില്ല. ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷനിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. SSC ഹബ് ലേണിംഗ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ മതി. യു വിൽ ബി ഏബിൾ ടു ഡൗൺലോഡ് അവർ ആപ്ലിക്കേഷൻ. പ്ലസ് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ജോയിൻ ചെയ്യുക. അതിനകത്തും ഞാനത് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ. മെയിൻസിൽ ഒരു എസ്സേ പേപ്പർ ഉണ്ടാവും, 2 ലാംഗ്വേജ് പേപ്പർ ഉണ്ടാവും, ഒന്ന് ഇംഗ്ലീഷും പിന്നെ ഒന്ന് റീജിയണൽ ലാംഗ്വേജ്. നിങ്ങൾക്ക് മലയാളം അല്ലെങ്കിൽ ഹിന്ദി ചൂസ് ചെയ്യാം. 4 GS പേപ്പർ ഉണ്ടാവും. ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് വേണം. ഇപ്പോൾ സോഷ്യോളജി എടുക്കുന്നുണ്ടെങ്കിൽ 2 സോഷ്യോളജിയുടെ പേപ്പേഴ്സ് ഉണ്ടാവും. ദെൻ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഫൈനലായിട്ടുള്ള സ്റ്റേജാണ്, അവസാനത്തെ പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. സോ റോഡ് മാപ്പ് പറയുകയാണെങ്കിൽ ഈ വർഷം ഇപ്പോൾ പ്രിപ്പറേഷൻ തുടങ്ങുന്ന ആൾക്കാർക്ക് ജൂൺ തൊട്ട് ഡിസംബർ ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഏകദേശം NCERTയും സ്റ്റാൻഡേർഡ് ബുക്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. GS മെയിൻലി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഓപ്ഷണൽ എന്തായാലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. ജൂൺ ടു ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് ഓപ്ഷണലും, ഇൻ ബിറ്റ്വീൻ പതുക്കെ ഒരു വീക്കിൽ 4 ഡേയ്സ് GSന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഡിസംബർ ആകുമ്പോഴത്തേക്ക് GSും കവർ ചെയ്യണം. ജാനുവരി ടു മാർച്ചിൽ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുക, GSും റിവൈസ് ചെയ്യുക. അതേപോലെ തന്നെ CSAT പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഏപ്രിൽ ടു മെയ് വരെ GS റിവൈസ് ചെയ്യുക, CSAT റിവൈസ് ചെയ്യുക. പ്രിലിംസിന് ശേഷം മെയിൻസ് ഫോക്കസ് ചെയ്യുക, അവസാനം ഫൈനൽ ഇൻ്റർവ്യൂ ഫോക്കസ് ചെയ്യുക. പിന്നെ ഒരു 4 മണിക്കൂറെങ്കിലും GSൻ്റെ സ്റ്റാറ്റിക് സബ്ജക്ട് സച്ച് ഹിസ്റ്ററി, ജോഗ്രഫി, പോളിറ്റി, ഇക്കണോമിക്സ് ഒക്കെ ഫോക്കസ് ചെയ്യണം. ഓപ്ഷണൽ സബ്ജക്റ്റിന് 2 മണിക്കൂർ മിനിമം എല്ലാ ദിവസവും കൊടുക്കണം. ഇത് സെൽഫ് സ്റ്റഡീനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞത്, ക്ലാസ് കാണുന്നതിനെ കുറിച്ചുള്ള സെൽഫ് സ്റ്റഡി. കറണ്ട് അഫയേഴ്സിന് ഒരു 1 hour മിനിമം കൊടുക്കണം, ഒരു 3 hours വരെ റെക്കമെൻഡഡ് ആണ്. പിന്നെ ആൻസർ റൈറ്റിങ്ങിനൊക്കെ ഇമ്പോർട്ടൻസ് എന്തായാലും കൊടുക്കണം. റിസോഴ്സസ് ലിമിറ്റഡ് ആയിരിക്കണം, പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇപ്രാവശ്യത്തെ പേപ്പർ നോക്കിയാൽ മനസ്സിലാവും കുറച്ച് റെഫറൻസ് ആവശ്യമാണ് എല്ലാ പാർട്ടിലും. PYQ സോൾവ് ചെയ്യണം, ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യണം, മോക്ക് അറ്റൻഡ് ചെയ്യണം, പ്രോപ്പറായിട്ട് ഡിസിപ്ലിൻഡ് ആയിരിക്കണം. സോ ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്യും.